ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നുമകന്നിടല്ലേ നീ പൈങ്കിളി മലർത്തേങ്കിളി പൈങ്കിളി മലർത്തേങ്കിളി. നമുക്ക് 5 ലൈൻസ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ ഇൻട്രൊഡക്ഷൻ പറയാനായിട്ട്. 5 ലൈൻ തപ്പി കുറേ നേരം സ്പെൻഡ് ചെയ്തു, പക്ഷെ 5 ലൈനൊന്നും കിട്ടിയില്ല. അതുകൊണ്ടൊരു പാട്ട് പാടാമെന്ന് ചോദിച്ചു. ആൾക്കാരൊക്കെ ഷോപ്പിങ്ങാണ്. കൊള്ളാലേ. ഈ 5 ലൈൻ തപ്പിപ്പോയപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മളിപ്പോൾ റോട്ടിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മളൊരു കറുത്ത കാറ് തപ്പുമെന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ഒരു റെഡ് കാർ തപ്പുമെന്ന് ചോദിച്ചു. ചേട്ടാ 5 ലൈൻ തപ്പി കണ്ടുപിടിക്കുന്നത് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് എന്ന് വെച്ചാൽ 5 ലൈൻ കണ്ടുപിടിക്കണമെന്നില്ലേ, നമ്മൾ റോട്ടിൽ റെഡ് കാറ് കണ്ടുപിടിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ റെഡ് കാറ് മാത്രം വരില്ല, വൈറ്റ് കാറും ബ്ലാക്ക് കാറും അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് റെഡ് കാറ് മാത്രം കിട്ടില്ല. അതേപോലെയാണ് 5 ലൈൻ തപ്പിക്കഴിഞ്ഞപ്പോൾ ഇത്തിരി ശോകമാണ് കിട്ടാനായിട്ട്. ഇന്ന് നമ്മൾ ഇന്നലെ പോലെ തന്നെ രാത്രിയാണ് പുറത്തേക്ക് ഇറങ്ങിയേക്കുന്നത് നടക്കാനായിട്ട്. രാത്രി ഇറങ്ങണേണ്ട കുറച്ചൊരു വൈബ്. എനിക്ക് രാത്രി പുറത്തിറങ്ങുന്നതെന്ന് ചോദിച്ചാൽ, രാവിലെ നമ്മൾ ചത്ത കോഴിനെ പോലെയാണ്, ലൈക്ക് എ ഡെഡ് കോഴി. ആരും കോഴിയല്ല കേട്ടോ. ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാത്രി നമുക്ക് എനർജി കുറച്ച് കൂടുതലുണ്ട് കമ്പാരിറ്റീവ്ലി ടു ദാറ്റ് ഓഫ് മോർണിംഗ്. രാവിലെ നമുക്ക് എനർജി കുറച്ച് കുറവാണ് കേസ്. നമുക്ക് ഇന്നലെ പോലത്തെ മഴയും കാര്യങ്ങളൊന്നുമില്ല. വെതർ കുറച്ച് നല്ലതാണ്. അത് കാരണം കുറച്ചധികം ദൂരം നമുക്ക് നടക്കാൻ ഇറങ്ങണ ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി സ്ട്രോങ് ആവാനായിട്ട് നടക്കാൻ നല്ലതാണല്ലോ. അത് കാരണമാണ് നമ്മൾ നടക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പൊന്നോ, വണ്ടികൾ ചില വണ്ടിയാണെങ്കിൽ നമുക്ക് പണ്ടാരം പേടിയാവും. ടെസ്റ്റും ചെയ്യില്ല, പൊല്യൂഷനും ഇല്ല, ഒരു തേങ്ങയില്ല, ഒരു മാങ്ങയില്ലാത്ത വണ്ടികൾ. 4 ചക്രം ഇട്ടിട്ട് റോട്ടിലോട്ട് ഇറക്കിയേക്കുക. മാങ്ങാതിരി മനുഷ്യനെ നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം റോട്ടിൽ കൂടെ നടക്കാനായിട്ട്. നേരത്തെ നമുക്ക് സൂക്ഷ്മത ഇത്തിരി കുറവായിരുന്നു. അത് കാരണം നമുക്ക് ടാസ്ക് കിട്ടി നമ്മൾ ഹോസ്പിറ്റലായല്ല. ലോറി, കാറ്, ബസ്, അതിൽ ബൈക്ക്, സ്കൂട്ടർ, ഓട്ടോറിക്ഷകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ റിസ്ക്. എനിക്ക് പേഴ്സണലി ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കാൻ പുറത്തോട്ട് ഇറങ്ങുകയാണല്ലോ. പുറത്തോട്ട് ഇറങ്ങാൻ ടൈമിൽ ഏറ്റവും അധികം പേടി ഓട്ടോറിക്ഷയാണ്. കാരണം ഇവന്മാർ എപ്പോൾ ലെഫ്റ്റിലോട്ട് പോവും, എപ്പോൾ റൈറ്റിലോട്ട് പോവും, എപ്പോൾ നേരെ പോവും, എപ്പോൾ ബാക്കിട്ട് വരും എന്നൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ തോന്നിയ പോലെയാണ്. പറഞ്ഞാൽ കേൾക്കാത്ത പിള്ളേരുണ്ടല്ലോ, അതേപോലെയാണ് ഓട്ടോറിക്ഷകൾ. നല്ല ആൾക്കാരുണ്ടെങ്കിലും ബാക്കി ആൾക്കാരൊക്കെ ഷോഗൻ ഡ്രൈവേഴ്സാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അവന്മാർ ഈ ഓട്ടോയിലിരിക്കുന്ന ആൾക്കാർ ചടയുന്നതായിരിക്കുമല്ലോ. ചിലപ്പോൾ റൈറ്റ് എടുക്ക്, ചിലപ്പോൾ ലെഫ്റ്റ് എടുക്ക്, നമുക്ക് അങ്ങോട്ട് പോവാം, നമുക്ക് ഇങ്ങോട്ട് പോകാമെന്നൊക്കെ പറയണ ഓട്ടോയിലിരിക്കണ പാസഞ്ചേഴ്സിനനുസരിച്ചിട്ടാണല്ലോ. പാസഞ്ചേഴ്സ് കൂടുതലും പെണ്ണുങ്ങളാണല്ലോ ഓട്ടോയിലിരിക്കണേ. ഞാനൊരു ഇതായിട്ട് പറയല്ല, മെയിൽ ഷോവനിസ്റ്റ് എന്നുള്ള രീതിയിലല്ല. ഈ പെണ്ണുങ്ങൾ നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരാണെങ്കിൽ തന്നെ പെണ്ണുങ്ങൾ നമ്മൾ വണ്ടിയിൽ നിന്നിട്ട് പോണ സമയത്ത് പെട്ടെന്നായിരിക്കും നമുക്ക് ലെഫ്റ്റ് എടുക്ക്, റൈറ്റ് എടുക്കുന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റും റൈറ്റും ചടപടെ വന്ന കാരണം പണി പാളും. നമുക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റില്ല. ഡിസിഷൻ മേക്കിംഗ് ഈസ് വെരി ടഫ്. ഡിസിഷൻ മേക്കിംഗ് വളരെ ടഫാണ്. നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു. നമ്മൾ ഫസ്റ്റ് എടുത്ത വീഡിയോ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യണം. എൻ്റെ അടുത്ത് പൈസ ഉണ്ടായിരുന്നില്ല, അത് കാരണം നെറ്റ് റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നെറ്റ് റീചാർജ് ചെയ്ത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നല്ല നല്ല കണ്ടൻറ്റുകൾ കിട്ടുന്നതാണ്, നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ എനിക്ക് കുറച്ച് എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകണമെന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്ന ടൈമിൽ പുറത്തോട്ട് ഇറങ്ങുക. ഇപ്പോൾ വണ്ടി എടുക്കാനായിട്ട് അത്രയ്ക്ക്
പെർമിഷൻ നമുക്ക് ഇല്ല. കാരണം ഡ്യൂ ടു ദ സെയിം ആക്സിഡൻറ്റ് റീസൺ. അത് വണ്ടി എടുക്കുമ്പോഴേക്കും ആൾക്കാർക്കൊക്കെ പേടിയാണ്, എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടി മാറാനായിട്ട് കുറച്ച് നാളെടുക്കും. എനിക്ക് പേടി കുറച്ച് കുറവുണ്ട്. അത് എൻ്റെ ഓവർ കോൺഫിഡൻസ് അല്ല. മറ്റേ അമർ അക്ബർ അന്തോണി പറയല്ലേ ആസിഫ് അലി, ഇതെൻ്റെ കോൺഫിഡൻസ് അല്ല, ഇതെൻ്റെ അഹങ്കാരം എന്ന് പറയുന്ന പോലെ. വീട്ടിൽ ഞാൻ വണ്ടി എടുത്തിട്ട് പുറത്തിട്ട് പോയിക്കോട്ടെ പറയുന്ന ടൈമിൽ നിൻ്റെ അഹങ്കാരം ഇതുവരെ കുറഞ്ഞിട്ടില്ലല്ലേ, നിനക്ക് നല്ല പണി കിട്ടിയതാണല്ലോ, നീ ഇപ്പോഴും അഹങ്കാരത്തിനൊരു കുറവില്ല എന്നാണ് പറയണത് കേട്ടോ. ഒരു സാധനം കാട്ടിത്തരാം. ഫ്ലാറ്റ് കണ്ടോ, 40 നില, ചോയ്സ് പാരഡൈസ്, കലക്കം ഫ്ലാറ്റാണ്. ഇതിൻ്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ മൂന്നാറിലുള്ള ഇടുക്കിയിലുള്ള ഏതൊക്കെ മലകളൊക്കെ കാണാൻ പറ്റുമെന്ന് പറയാനുണ്ട്. പിന്നെ നമ്മുടെ ആരാണ്, കുറച്ച് സിനിമാ നടന്മാരൊക്കെ ഉണ്ട്. നമ്മുടെ ഫഹദ് ഫാസിൽ, നസ്രിയ, അതിന് ആരാണ്ടൊക്കെ ഉണ്ട് കാഴ്ച. എനിക്ക് ആരൊക്കെയാണെന്ന് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. അപ്പോൾ കുറേ പേരുണ്ട് ഫ്ലാറ്റിൽ. ഇതിന് ഫേമസ് ആണ്. പിന്നെ ഇവരുടെ സ്കൂളുണ്ട് ഇതിൻ്റെ തൊട്ട് പുറകിൽ. സ്കൂളിൽ പറഞ്ഞാൽ പുറത്തപ്പോഴാണ് എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് വേറൊരു കാര്യമുണ്ട്. എന്തൊരു ടോപ്പിക്ക് ഞാൻ സംസാരിക്കാനായിട്ട് ഞാൻ ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സാധനം മറന്നുപോയി. നമുക്ക് ഓർമ്മ വരും, അടുത്ത് തന്നെ ഓർമ്മ വരും. നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കണ കാര്യങ്ങൾ ചിലപ്പോൾ അതേപോലെ നടക്കണമെന്നില്ലല്ലോ. പ്രിപ്പയർ ചെയ്ത കാര്യം ഞാൻ മറന്നുപോയി. പക്ഷേ അതിനും ഭംഗിയായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമെന്ന് നമുക്ക് നോക്കാം. ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ പേടിയാണ്. വൈകിട്ട് എന്തൊരു പേടിയാണെന്ന് പറയും. സോറി കേട്ടോ, ഇതിൻ്റെ ബാഡ് വേർഡ്സ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മളെ ഭാഗത്തു നിന്നുള്ളൊരു മിസ്റ്റേക്കാണ്. പിന്നെ നമ്മൾ പഠിക്കണ കാര്യങ്ങൾ നമ്മൾ കേട്ടതും കേട്ടതൊക്കെ പഠിക്കൂല. ഇത് കുറയ്ക്കേണ്ട ആവശ്യമുണ്ട്. നല്ല കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമ്മൾ ഇനി ശ്രമിക്കുന്നതാണ്. മുടി വെട്ടണം. രാത്രി തൊപ്പി വെച്ചുകൊണ്ട് പോകണം. എന്തിനാണ്? മുടിയില്ല, മുടിയൊക്കെ പോയല്ലോ, അതാണ് തൊപ്പി വെച്ചാൽ. തൊപ്പി വയ്ക്കുമ്പോഴേക്കും കുറച്ചുകൂടി രസമുണ്ട്. പിന്നെ ചില ദിവസങ്ങൾ നല്ല ദിവസങ്ങളായിരിക്കും, ചില ദിവസങ്ങൾ ശോകം ദിവസങ്ങളായിരിക്കും. ഇന്ന് ഞാൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. കടയിൽ പോയിട്ട് സാധനം മേടിക്കാനായിട്ട് രാവിലെ അല്ല, ഉച്ച കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാണ്. കുട എടുത്തിട്ടുണ്ടായിരുന്നില്ല. പകുതി വഴിയത് പിന്നെ മുട്ടൻ മഴ, നനഞ്ഞ് കുളിച്ച് സ്റ്റിച്ചൊക്കെ നനഞ്ഞ് കുതിർന്ന് നനഞ്ഞിട്ട് സെറ്റായി. മഴയത്തിറങ്ങണ ഞാൻ മഴയത്ത് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ആലോചിച്ചായിരുന്നു കേട്ടോ. ഈ പിള്ളേരുണ്ടല്ലോ, വീട്ടിലൊരു പൊടിയുണ്ട്, ചെറിയ പയ്യനുണ്ട്. അപ്പോഴേക്കും ഈ ആൾക്കാർ ഇപ്പോൾ പിള്ളേരൊന്നും പുറത്തിറക്കണമല്ലോ, ഓവർ പ്രൊട്ടക്റ്റീവ് ആണല്ലോ പാരൻസൊക്കെ. എന്തെങ്കിലും സംഭവിക്കുമോ, പനി വരുമോ, ചുമ വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവരാരും പുറത്തോട്ട് ഇറക്കില്ല. പനി ചുമയൊക്കെ വരാതിരിക്കാനായിട്ട് ഇമ്മ്യൂണിറ്റി വേണമല്ലോ. ഇമ്മ്യൂണിറ്റി കിട്ടണമെങ്കിൽ അവർ വളർന്ന ചുറ്റുപാടായിട്ടും ഒക്കെ നല്ല രീതിയിൽ ഇടപഴകണം. നല്ല രീതിയിൽ ഇടപഴകി കഴിയുമ്പോൾ നല്ല ഇമ്മ്യൂണിറ്റിയൊക്കെ കിട്ടും. അത് മഴയത്തിറക്കാതെ പുറത്തിറക്കാതെ വീട്ടിൻ്റെ ഉള്ളിൽ മാത്രം ഇട്ട് വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറക്കാനറിയില്ലാത്ത പക്ഷിനെ പോലെയായി പോകും പിള്ളേർ. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇതൊക്കെ ആലോചിക്കണം. കാരണം ലാസ്റ്റ് നമ്മൾ നോക്കി കുളിപ്പിച്ച് കൊച്ചിനെ കാണാനില്ല എന്നുള്ള രീതിയിൽ പറയില്ലേ, അതേപോലെ ആയിപ്പോയിരുന്നു. സ്ട്രീറ്റ് ലൈറ്റൊന്നും ഇല്ല, പാലമാണ്. പാലത്തിനൊന്നും ലൈറ്റില്ല. പിന്നെ വണ്ടികളുടെ വെട്ടമുള്ള കാരണം നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. മെട്രോയുടെ ഈ പാലത്തിൽ നമ്മൾ നടക്കുന്ന ടൈമിൽ വലിയ മറ്റേ കണ്ടെയ്നറും ലോറികളും ഭൂമിക്ക് സാധനം കിടന്ന് ഇങ്ങനെ കിലി കുലുങ്ങിക്കൊണ്ടിരിക്കും. ഷോക്കാണ്. ചിലപ്പോൾ ഇതൊക്കെ ഞാൻ ഇടിഞ്ഞും പൊളിഞ്ഞ് വീഴുമോ എന്ന് നമുക്ക് ഇടയ്ക്ക് തോന്നിപ്പോകും.
ഇടിഞ്ഞും പൊളിഞ്ഞൊന്നും വീഴില്ല. കാരണം ഇത് നല്ല കോൺട്രാക്ടർമാർ പണിതാണ്, കുറച്ച് പഴയ കാലഘട്ടത്തിൽ പണിതാണ്. അത് കാരണം കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ട്. ഇപ്പോഴത്തെ ആരെങ്കിലുമൊക്കെ പണിതാണെങ്കിലല്ലേ എപ്പോൾ പൊളിഞ്ഞെന്ന് പറഞ്ഞാൽ മതി, മിൽമ കാട്ടിത്തരാം. മിൽമ സൂം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല നമുക്ക്. സൂം ചെയ്യാൻ പറ്റില്ല കേട്ടോ, സൂം ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. ഇതാണ് മെട്രോയുടെ പാലമാണ്. ഇതിൽ ലൈറ്റ് ഉണ്ടായിരുന്നല്ലോ, നല്ല രസമായിരുന്നു ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ. ലൈറ്റ് ഓഫ് ചെയ്ത് എന്താണാവോ പ്രശ്നം ഇതിൻ്റെ. നല്ല നല്ല സാധനങ്ങൾ, നല്ല നല്ല കാര്യങ്ങളൊക്കെ പണിയണൊക്കെ ഉണ്ട്, പണിയണില്ല എന്നല്ല. പക്ഷെ പണിയണ സ്ട്രക്ചേഴ്സൊക്കെ അപ്പം തന്നെ മെയിൻ്റെനൻസ് ചെയ്യാതെ നശിപ്പിച്ചും കളയുന്നുണ്ട്. എൻ്റെ സൈഡിൽ കാണുന്ന ഈ വെട്ടം കാണുന്നുണ്ടല്ലോ, വെട്ടം കാണുന്ന മിൽമയാണ് കേട്ടോ പാലിൻ്റെ. ഫുള്ളി പവേർഡ് ബൈ സോളാർ. നമ്മുടെ എയർപോർട്ടിനില്ല സിയാൽ പോലെ ഫുള്ളി പവേർഡ് ബൈ സോളാറാണ്. ഈ അടുത്ത് സെറ്റ് ചെയ്തതാണ്. നമ്മുടെ വീട്ടിലും സോളാർ പിടിപ്പിക്കണം. കാരണം ഇലക്ട്രിക് വണ്ടികളും സോളാറും കാര്യങ്ങളൊക്കെ വളരെയധികം ഉപയോഗത്തിൽ വരുത്തുകയാണെങ്കിൽ അത്രയധികം കാർബൺ ഫുട് പ്രിൻ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാർബൺ ഫുട് പ്രിൻ്റ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എൻവയോൺമെൻറ്റ് നന്നാവും, നമ്മുടെ വായു നന്നാവും, ഓക്സിജൻ നല്ല രീതിയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. കാർബൺ എമിഷൻസ് ആണല്ലോ, ഫോസിൽ ഫ്യൂവൽസ്, അതേപോലെ ബാക്കി എൻവയോൺമെൻറ്റിന് പ്രകൃതിക്ക് ഹാനികരമായിട്ടുള്ള സാധനങ്ങൾ പരമാവധി നമ്മൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുന്ന വളരെ ക്രൂഷ്യലാണ് ഈ കാലഘട്ടത്തിൽ. കാരണം ക്ലൈമറ്റൊക്കെ ചൂട് കൂടി പഴുത്ത് വേർത്ത് ഒലിച്ച് പിന്നെ തണുപ്പിക്കാനായിട്ട് AC ഇട്ട് അതിൻ്റെ മിഷൻ വന്ന് നമ്മുടെ ഓസോണിലൊക്കെ ഓട്ടയാണല്ലോ. വലിയ ഓട്ടകളൊക്കെ കുറയാനുണ്ടെന്ന് പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു റീസെൻറ്റ് സയൻറ്റിഫിക് സ്റ്റഡീസ്, റിസർച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ പറഞ്ഞ ലോറിയുടെ സൈഡിൽ പോകുമ്പോഴേക്കും നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. അക്കോർഡിംഗ് ടു പുതിയ റിസർച്ച് വെച്ചിട്ട് ചെറിയ രീതിയിലൊരു ഡിപ്പുണ്ട് ഇപ്പോഴത്തെ കാർബൺ എമിഷൻസിന്, കാർബൺ ഫുട് പ്രിൻറ്റിന്. പക്ഷേ എന്നാൽ പോലും അത് അത്രമാത്രം അക്സെപ്റ്റബിൾ അല്ല. ഇനിയും കുറയണം. ചിരിക്കണ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. എനിക്ക് ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, വളരെ ഇഷ്ടമാണ്. വെട്ടമില്ല മുടിവെട്ടുകടയുണ്ട്. ഫാമിലി സലൂൺ, ഇപ്പോൾ കൂടുതലും ഫാമിലി സലൂണുകളൊക്കെ തന്നെയുണ്ട്. നേരത്തെ ചെറിയ മുടിവെട്ട് കടകളായിരുന്നു. ലേഡീസ് പാർലർ, മെൻസ് പാർലർ, ഇപ്പോൾ ഫാമിലി പാർലേഴ്സാണ് അധികം. ലോ ലൈറ്റിൽ കാരണം വേണ്ട വെട്ടം ഏകദേശം കാണാൻ പറ്റണേ. ശരിക്കും ഇവിടെ ഒട്ടും വെട്ടമില്ല, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, ഒരു തേങ്ങയില്ല. ഇതൊക്കെ ആരാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്? മുനിസിപ്പാലിറ്റി PWDയുടെ അണ്ടറിലാണല്ലോ അതൊക്കെ. PWD ഇതൊന്നും കാണുന്നില്ല. ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാൻ, ഇതൊക്കെ പരിഹരിക്കാൻ ആൾക്കാരില്ല. വോട്ടിൻ്റെ ടൈം ആകുമ്പോഴേക്കും ആൾക്കാർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, വോട്ട് ചോദിച്ചുകൊണ്ട്. അതല്ലാതെ ഇതിനൊന്നും ആൾക്കാർ വരുന്നില്ല ഗൈസ്. പഞ്ച് ലൈൻ കിട്ടിയില്ലെങ്കിൽ പഞ്ച് ഉണ്ടാവില്ല കേട്ടോ. പഞ്ച് ലൈൻ നമ്മളെങ്ങനെയെങ്കിലും അടുത്ത് സെറ്റാക്കി കണ്ടുപിടിക്കും. പിന്നെ ഒരു ക്രിയേറ്ററിൻ്റെ സാധനം കണ്ടാണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഹലോ ഗായ്സ്, സ്റ്റോറി ടൈം എന്ന് പറഞ്ഞിട്ടിങ്ങനെ കണ്ണിൻ്റെ അടുത്ത് വരെ കൊണ്ടുപോയിട്ട് പോണം. ഇൻസ്റ്റാഗ്രാമിലുള്ളൊരു ഇപ്പം എങ്കൊച്ചാണ്, പേരെനിക്ക് ഓർക്കണില്ല, പക്ഷെ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. ഹലോ ഗായ്സ്, സ്റ്റോറി ടൈം കണ്ടപ്പോൾ തന്നെ സീരിയസ് ആവും. നമ്മളങ്ങനെ
നമ്മളങ്ങനെ തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ പുതിയതായിട്ട് പണിത വഴിയാണ്. ഇവിടെയൊക്കെ കാട് പിടിച്ച കിടന്ന സ്ഥലങ്ങളാണ്. ഇവിടെ കാടൊക്കെ വെട്ടി ലെവലാക്കി മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് പാലമൊക്കെ പണിത്, പാലമല്ല മെട്രോയുടെ കളയിലാണ് ഞാൻ പണിത് സെറ്റ് ചെയ്ത്. എനിക്കിവിടെ കാണണം ഇപ്പോൾ കാട്ടിത്തരാം. വണ്ടികൾ പോകണുണ്ടോ? ഇതാണ് നമ്മളിപ്പോൾ നടന്നു വന്ന പാലം. ഇതാണ് മെട്രോൻ്റെ പാലം. അതേ കണക്ക് ഈ കാട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന റെയിൽവേ പാലം പോകുന്നുണ്ട്. റെയിൽവേസ്, ഇന്ത്യൻ റെയിൽവേ ഒരു ബൃഹത്തായിട്ടുള്ള ഒരു സംരംഭമല്ലല്ലോ, ഒരു ബൃഹത്തായിട്ടുള്ള സംഭവമുണ്ടോ. നമ്മൾക്കിപ്പോൾ ഈ സംസാരിക്കുന്നതിൽ ചെറിയ ചെറിയ സ്റ്റെക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ പേഴ്സണലി സംസാരിക്കാം. നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ പലതും ഇതേപോലെ വീഡിയോ എടുക്കുന്ന ടൈമിലൊന്നും ആദ്യം പറയാനായിട്ട് പറ്റില്ല ഗൈസ്. ഇത്തിരി ശോകമാണ്. നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ പറയണം അങ്ങനെയൊക്കെ പറയണം, പഞ്ച് തന്നെ മറ്റേ കാർത്തിക് സൂര്യൊക്കെ പറയണ പോലെ ഹലോ ഗൈസ് എന്നൊക്കെ പറയില്ലേ, അതേപോലെയൊക്കെ പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അതൊക്കെ പറയാനായിട്ട് നമ്മൾ ശ്രമിക്കും ഇനി. പക്ഷെ ഇപ്പോൾ തുടക്കത്തിൻ്റെ ഒരു ഇതുണ്ട്. നമ്മളാരെയാണല്ലോ പേടിക്കണേ? നമ്മളെന്തിനാണ് പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. എല്ലാം നമുക്ക് സെറ്റായിട്ട് വരും. പിന്നെ എല്ലാം സെറ്റായിട്ട് വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ആ സമയം നമ്മൾ കൊടുത്താൽ മതി. സമയം കൊടുത്തു കഴിയുമ്പോഴേക്കും എല്ലാത്തിൻ്റേതിനും അതിൻ്റേതായ സമയമുണ്ടെന്ന് പറയില്ലേ. അപ്പോൾ അതിൻ്റേതായ സമയം വരുമ്പോഴേക്കും എല്ലാം സെറ്റാവും. നമ്മളപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എല്ലാ സാധനവും സെറ്റായിട്ട് വരും. മറ്റേ തട്ടത്തിൽ പറഞ്ഞതിൽ പറയില്ലേ, നമ്മൾ മറന്നാലും പടച്ചോൻ മറക്കില്ല എന്ന് പറയുന്നു. പടച്ചോൻ മറക്കില്ല കേസ്. പടച്ചോനെല്ലാം ഓർമ്മയുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ച കാര്യമൊക്കെ നമ്മളുടെ അടുത്തായിട്ട് തന്നെ വരും. വീടാണ് ഉള്ളത്. കടകളൊക്കെ ഉണ്ട്. രാത്രിക്ക് കടകളുണ്ട്, പക്ഷെ ആൾക്കാർ കുറവുണ്ട്. ആൾക്കാരൊക്കെ കുറച്ച് കുറവുണ്ട്, പക്ഷെ വൈബാണ്. പിന്നെന്താണ്? പുതിയ കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്യണതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെറിയ രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കുറേ നാളായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും സെറ്റാവണില്ല. പഠിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോഴും പഠിച്ച സമയത്തൊക്കെ കുറേ പ്ലേസ്മെൻറ്റൊക്കെ കിട്ടി. ഒന്നും ഒരു വിലയും കൊടുത്തില്ല. പിന്നെ ഒരെണ്ണത്തിന് പോയി, കിട്ടിയതിന് ഒരെണ്ണത്തിന് പോയി. അതിനൊരു വില കൊടുത്തില്ല. നമുക്ക് ദൈവമായിട്ട് തരുന്ന അവസരങ്ങൾക്കൊന്നും ഞാൻ വില കൊടുത്തില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ വില കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഷോക്കായിപ്പോയി. നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ബ്ലെസ്ഡ് ആണെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം നമ്മൾക്ക് ഗ്രാൻഡഡായിട്ട് കിട്ടുന്ന പല കാര്യങ്ങളും പല ആൾക്കാരും കുറേ നാളായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ ബൈ ലക്ക് ചിലപ്പോൾ നമുക്ക് കിട്ടിയിട്ട് അവരുടെ അവസരം പോയി ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊന്നും ഗ്രാൻഡഡായിട്ട് എടുക്കാൻ നിൽക്കരുത്. ലൈഫ് ഇറ്റ് സെൽഫ് ഈസ് എ ബ്ലെസ്സിങ്. എല്ലാ ദിവസവും നമ്മൾ രാവിലെ എണീക്കാൻ പറ്റണല്ലേ, അതൊക്കെ ഭയങ്കര ബ്ലെസ്സിങ്ങാണ്. എത്ര ആൾക്കാർ രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീക്കാത്ത ആൾക്കാരുണ്ട്. അതിൻ്റെ കാര്യം പറഞ്ഞു തീർന്നില്ല കേട്ടോ. കാട്ടിത്തരാം നമ്മൾ നടന്ന് എത്തണുള്ളൂ. ആംബുലൻസ് കിടക്കണുണ്ടോ? ആംബുലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ രക്ഷിക്കുന്ന വാഹനമാണല്ലോ. എന്താണ്? പ്രീതി കുളങ്ങര. 2 ആംബുലൻസ് കിടക്കുന്നുണ്ട് കേട്ടോ. ഈ ആംബുലൻസ് ഡ്രൈവർമാരെയൊക്കെ
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമിക്കണം കേട്ടോ. അവരൊക്കെ ഇതിൽ ലൈഫ് സേവ് ചെയ്യാനായിട്ട് എത്ര അധികം എഫോർട്ട് എടുക്കണ്ടല്ലേ. ഡോക്ടർമാരെ പോലെ തന്നെ ഇവന്മാർ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. ഡോക്ടർമാരെ പോലെ തന്നെ ഒക്കെ ടൈമിൻ്റെ ഓരോ ടൈമിങ്ങിൻ്റെ കാര്യങ്ങളാണല്ലോ. ഒരൊറ്റ സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് മുമ്പ് എത്തിച്ചു കഴിഞ്ഞാൽ രക്ഷിക്കാൻ പറ്റുമെന്ന് ഡോക്ടർമാരൊക്കെ പറയുന്ന സിനിമയിലൊക്കെ കണ്ടല്ലേ. അത് കണക്കാണ്. 1 മിനിറ്റിന് ഇതിൻ്റേതായ വിലയുണ്ട്. നമ്മൾ വെറുതെ കളിച്ച് കളയുന്ന സമയങ്ങളില്ലേ, ഓരോരോ മിനിറ്റും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒരു സാധനം ഗ്രാൻഡഡ് വെറുതെ കിട്ടിയതാണെന്ന് വിചാരിച്ച് നമ്മളത് വേസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. പ്രത്യേകിച്ച് സമയം ഈസ് വെരി 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 ഇമ്പോർട്ടൻ്റ് ഇൻ ലൈഫ്. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് കിട്ടുന്ന ടൈം നമ്മൾ നല്ല രീതിയിൽ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തേക്കണം. കാരണം 1 സെക്കൻഡ് പോലും എത്ര രൂപ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് മേടിക്കാൻ പറ്റില്ല. വേറെ എന്ത് കാര്യം നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാം, പക്ഷേ സമയം പൈസ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടില്ലല്ലോ. എന്ത് രസമാണ് വീടുകളൊക്കെ കാണാനൊക്കെ. കാട്ടിൻ്റെ ഉള്ളിൽ എനിക്ക് ചെറിയ വീടുകളാണ് ഇഷ്ടം. ചെറിയ വീടുകൾ, കുഞ്ഞു വീടുകൾ, ഈ ചെറിയ വീട് എന്താണെന്നറിയില്ല, പണ്ട് തൊട്ട് വലിയ ഇഷ്ടമാണ്. ഭയങ്കര വലിയ സെറ്റപ്പൊന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷേ ചെറിയ വീടാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിരിക്കണം, നല്ല എല്ലാ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം, ഫർണിഷ്ഡ് ആയിരിക്കണം. അതാണ് എനിക്കിഷ്ടം. വലിയ വീട് ഇഷ്ടമല്ല. ഈ അയർലൻഡിലൊക്കെ ഉള്ള പോലെയില്ല. അയർലൻഡിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ നടന്ന് പരിപ്പളായി. അയർലൻഡിലൊക്കെ ഉള്ള വീടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വീടുകളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ പോയിട്ടില്ല, വീഡിയോസിലൊക്കെ കണ്ടതാണ്. അപ്പോൾ അവരൊക്കെ നല്ല പൈസയുള്ള ആൾക്കാരാണ്, പക്ഷേ അവർ ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. ഇനി എന്തിനാണല്ലോ ഇത്ര വലിയധികം വീടൊക്കെ പണിതിട്ടിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതൊക്കെ? തുടച്ചിടാനായിട്ട് ആൾക്കാരുണ്ട്. പല സ്ഥലങ്ങളിലും ആൾക്കാരൊക്കെ ഇപ്പോൾ പുറത്തോട്ട് പോയിട്ട് വീടുകളൊക്കെ വെറുതെ കിടക്കണതാണ്. ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ വെറുതെ കിടക്കുന്ന വീടുകൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കീപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയ ബിസിനസ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ആൾക്കാരായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നു. അടച്ചിട്ടിരിക്കുന്ന വിദേശത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യണം, നമ്മൾ അവരുടെ വീട് മെയിൻറ്റെയിൻ ചെയ്യാം, അത് നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാമെന്ന് നമ്മൾ അവരോട് സംസാരിക്കുക. അത് നമ്മളൊരു ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റിയലി ഗ്രേറ്റ്. ബിക്കോസ് കേരളത്തിൽ അതിനൊരു നല്ല മാർക്കറ്റ് ഞാൻ കാണുന്നുണ്ട്. ഈ കോട്ടയം പിന്നെ ഈ മലപ്പുറം സൈഡ് പുറത്തുള്ള ആൾക്കാരുണ്ടല്ലോ, പത്തനംതിട്ട ഏരിയ. അപ്പോൾ വലിയ വീടുകളൊക്കെ പണിതിട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ കിടന്ന് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ അതൊക്കെ നമ്മളൊരു കോൺട്രാക്റ്റ് പോലെ എടുത്തിട്ട് മാസമോ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴാണ് ക്വാർട്ടർലിയാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള സ്കീമുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ചെറിയ പൈസ മേടിച്ച് നമുക്കിതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാക്കല്ല, അടിച്ചു വാരി ഇടുക, ക്ലീനാക്കി ഇടുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ചില ആൾക്കാർ വിദേശത്ത് നിന്ന് വരുമ്പോഴേക്കും വീടൊക്കെ നല്ല രീതിയിൽ കിടക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അതിനൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ അവർക്ക് വന്ന ടൈമിൽ വീട് നല്ല വൃത്തിയായിട്ട് കിടക്കും. നല്ലൊരു ബിസിനസ് ഐഡിയ ആണത്, പ്രാക്ടിക്കലി പോസിബിളാണ്. ഇപ്പോൾ അതിനൊരു ഓപ്പർച്യൂണിറ്റി നിലവിൽ കേരളത്തിലുണ്ട്. ഇല്ലല്ലേ, പുതിയ ബിസിനസ് ഐഡിയകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇനിയും നമ്മൾ നല്ല ബിസിനസ് ഐഡിയകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലേക്കൂടെ സംസാരിക്കാട്ടോ. പിന്നെ തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനാണ്. പില്ലറിലൊക്കെ പെയിൻറ്റിങ് ഉണ്ട് കേട്ടോ. പില്ലറിലൊക്കെ ഉള്ള പെയിൻറ്റിങ് വൈബാണ്.
ഇപ്പോൾ പില്ലറിലൊക്കെ ഉള്ള പെയിൻറ്റിങ്ങൊക്കെ നല്ല ഈസ്തെറ്റിക്കായിട്ടുള്ള പെയിൻറ്റിങ്സാണ് കേട്ടോ. നമ്മളവിടെ പറഞ്ഞു നിർത്തിയത് ബിസിനസ് ഐഡിയാസ്. അപ്പോൾ നമ്മൾ നല്ല നല്ല ബിസിനസ് ഐഡിയാസ് ഇനിയും ഡെവലപ്പ് ചെയ്ത് അതൊക്കെ നമ്മളിതിൽ ഷെയർ ചെയ്യുന്നു. പിന്നെ ബിസിനസ്സുകാരായിട്ട് നമുക്ക് സംസാരിക്കാം, ബിസിനസ്സുകാരായിട്ടൊക്കെ സംസാരിക്കാം. ഇൻട്രാക്ഷൻ വീഡിയോസൊക്കെ എനിക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുണ്ട്. ഇൻട്രാക്ഷൻ പല ആൾക്കാരായിട്ട് സംസാരിക്കാൻ, പല ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യണത്, അവരുടെ തോട്ട് ഷെയർ ചെയ്യണത്, പിന്നെ അവരുടെ പുതിയ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ആൾക്കാരായിട്ട് ഷെയർ ചെയ്യുന്നത്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇനി അപ്പോൾ നമ്മൾ അതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ അതിനൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് മറ്റേ കിങ്ഡം പടം കണ്ടോ, വിജയ് ദേവരക്കൊണ്ടയുടെ പടം ഉണ്ടല്ലോ, കിങ്ഡം. ശോകം പടമായിരുന്നു. BGM മാത്രം കൊള്ളാം. BGM ചുമ്മാ സെറ്റായിട്ടുണ്ട്. വിജയ് ദേവരക്കൊണ്ട ചുമ്മാ എൻ്റെ പൊന്നോ. ഓ, ഈ പോണ കാറുണ്ടല്ലോ, റോങ് സൈഡിൽ കയറി വന്നാ ബൈക്കിലുള്ള ചേട്ടന്മാർ വന്നിട്ട് അവരെ അടിച്ചാണ്. സോറിയൊക്കെ പറഞ്ഞിട്ട് പോയി. നമ്മൾ നടന്ന് എവിടെ എത്തിയെന്ന് പറയും. ഇത് കാണുന്ന തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടത്. ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ അപ്ഡേഷൻസൊക്കെ വന്നുണ്ട് കേട്ടോ. പൈസ ചിലവാക്കണ്ട ആൾക്കാർ. സർക്കാരല്ല, റെയിൽവേ ഇന്ത്യൻ റെയിൽവേ ആണല്ലോ ഇതിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റിൻ്റെ പൈസ ചിലവാക്കുന്നത്. പാർക്കിങ്ങൊക്കെ സെറ്റായിട്ടാ. ഇവിടെ പാർക്കിങ് പോയിട്ടൊരു തേങ്ങ പോലും ഉണ്ടായിരുന്നില്ല. പാർക്കിങ്ങൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് വന്നവർക്കൊക്കെ സുഖമായിട്ട് വണ്ടി പാർക്ക് ചെയ്യാം. ഞാൻ നേരത്തെ ഇവിടെ രാവിലെയൊക്കെ ഓടാൻ വരുമായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ വന്ന വഴിയില്ലേ, ആ പാലത്തിൻ്റെ അടിക്കട ഒരു ചെറിയ കട്ടിങ് ഉണ്ട്. പാലത്തിൻ്റെ അടിക്കട കയറിയിട്ട് ഈ റെയിൽവേയുടെ അതിക്കട വരാം. പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് നമുക്ക് വരാം. അപ്പോൾ ഞാൻ രാവിലെ ഒരു 5:30-6 മണിയൊക്കെ ടൈമിൽ ജോഗിങ്ങിനൊക്കെ നേരത്തെ വന്നുകൊണ്ടിരുന്നത്. നല്ല രസമാണ് കേട്ടോ. സൺറൈസൊക്കെ രാവിലത്തെ ആ ഒരു ക്ലൈമറ്റും രാവിലത്തെ ആ ഒരു ലൈറ്റും കാര്യങ്ങളും ഒക്കെ ചുമ്മാ പൊടിയാണ്. നമ്മൾ ഇതിക്കലൊക്കെ ജോഗി ചെയ്ത് നേരെ കയറി അടുത്ത പാലമുണ്ട്, വേറെ പാലമുണ്ട്. ആ പാലം കയറിയിട്ട് നമ്മൾ വീട്ടിലിട്ട് നൈസായിട്ട് പോകും. അതൊക്കെ നമ്മൾ എന്നാണോ അതൊക്കെ ചെയ്യാൻ പോണതില്ലേ. നല്ല നല്ല ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. നല്ല ഉണ്ടോ. നല്ല ശീലങ്ങളൊക്കെ ഉണ്ട്. നല്ല ശീലങ്ങളൊക്കെ ഇപ്പോഴുണ്ട്, ചെറുതായിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നു. നമ്മളിനി ജോഗിങ്ങൊക്കെ പയ്യെ സ്റ്റാർട്ട് ചെയ്യണം. ജോഗിങ്, ജിമ്മിൽ പോകാനായിട്ട് ഞാനിങ്ങനെ പ്ലാനിങ്ങിലായിരുന്നു. ജിമ്മിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്ത് ജിമ്മൊക്കെ സെറ്റായി പോകാനായിട്ടിങ്ങനെ ചേരാനായിട്ട് ഇരിക്കുന്ന ടൈമിലാണ് നമ്മളെ വണ്ടി തട്ടി നമ്മൾ ആശുപത്രിയിൽ പോണത്. ഇപ്പോൾ ചുമ്മാ വെയിറ്റൊന്നും ഇല്ലല്ലോ. വെയിറ്റൊക്കെ ഗെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജിമ്മിൽ പോകും. പിന്നെ ജനറ്റിക്കലി എനിക്ക് തോന്നുന്നത് ജനറ്റിക് വൈസ് എൻ്റെ ജീൻസ് കുറച്ച് ബെറ്ററാണ്. ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുമ്മാ സെറ്റായിട്ട് വരും. ഇപ്പം നേരത്തെ നോക്കുന്നുണ്ട്.